ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്നാക്സ് ആക്കുന്നൊരു വീഡിയോ. സ്നാക്സ് ആക്കുന്നൊരു വീഡിയോ ആണ്. ആക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ സ്നാക്സ് എന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ നെയ്പ്പത്തിൽ ചുട്ടെന്ന് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം നെയ്പ്പത്തിൻ്റെ പുട്ട് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയാണെങ്കിൽ നമുക്ക് കൽമാസോ മറ്റോ എന്തെങ്കിലും അടയിൽ ചുടാം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കൽമാസാക്കാമെന്ന്. അപ്പോൾ ഞാൻ 2-3 ചിക്കൻ പൂങ്ങിക്കഴിഞ്ഞ് അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ജസ്റ്റ് മസാല ആക്കിയിട്ട് ഉള്ളിലൊക്കെ മുറിച്ച് മസാല ആക്കിയിട്ട് നമുക്ക് കൽമാസാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുട്ടൊക്കെ ഓൾറെഡി റെഡി ആയതുകൊണ്ട് അപ്പോൾ അതിനുള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് അപ്പച്ചെപ്പിൽ പൂങ്ങാൻ വേണ്ടി, അതായത് വേവാൻ വേണ്ടി വെക്കണമെന്നല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് മുളക് പൊടി മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നൈറ്റിലേക്ക് എന്താക്കുന്നത് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ ഉണ്ട്, പക്ഷെ എന്താക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കാൻ പോകുന്നതിലും മസാലയൊക്കെ സെറ്റാക്കിയതിന് ശേഷം കാണിക്കാം. ഓക്കെ, അങ്ങനെ കഴിച്ച് നമ്മുടെ മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ മസിപ്പൂവല്ലേ അത്. പിന്നെ അവിടെ അപ്പച്ചമ്പ് റെഡി, മസാല റെഡി. ഇനി നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തണം കേട്ടോ മസാലയുടെ. അപ്പോൾ കൽമാസ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഡയബറ്റ ബാക്കി പുട്ടാണ്ടത് തേക്കത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഒരു ബോൾസാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, പ്രസ്സിലിട്ടിട്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അതിൽ കണ്ടു വെച്ച് ഷേപ്പാക്കി കൊടുക്കാം. ഓക്കെ, വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ആക്കാം കേട്ടോ. ഓപ്പൺ ആക്കിയിട്ട് കാണുന്നില്ലേ, നമുക്കിതാ ഒരു ബോൾ എടുക്കാം, പ്രസ് വെച്ച് കൊടുക്കാം, റൗണ്ട് ഷേപ്പാക്കാം. ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ മസാല നടുക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ആക്കിയതിന് ശേഷം അപ്പുറത്ത് ഇങ്ങനെ അമർത്താക്കാം. അപ്പോൾ ബാക്കി നമുക്ക് കൈകൊണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അടയായി. നമുക്ക് അടയല്ല, നമുക്ക് കൽമാസലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എല്ലാ ഭാഗവും കൂടി യോജിപ്പിച്ച് നമ്മൾ കായയുടെ, അതായത് ഓരോരുത്തർ അതിനൊരു പേരല്ലേ, ഉന്നക്കായ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ഷേപ്പാണ് കൽമാസിൽ ഉണ്ടാവാറ്. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ഷേപ്പാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുക്കാൻ വേണ്ടി പഠിക്കണം. ഉപ്പും മുളകും ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇരുന്ന് ഈ വെള്ളത്തിൽ മുക്കിക്കണം. എന്തത് അപ്പോൾ ഗൈസ്, നമ്മൾ കൽമാസ് ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു മുളകിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് എന്താണ് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത് ചൂടാക്കി നമുക്ക്
സാപ്പാടിന് റെഡിയായി. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. കൽമാസ് എപ്പടി ഇരിക്കും ബേബി? സൂപ്പർ. അപ്പം ഞാൻ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ചൂടുണ്ട് അത്ര കേട്ടോ. അടിപൊളി ടേസ്റ്റ്. മസ്റ്റ് ട്രൈ. സൂപ്പർ. ഇതാണ് അപ്പോൾ ഈ ഒരു ഐറ്റം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യട്ടോ. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എഴുതുന്നതിന് ടാറ്റാ ബൈ.